Hello everyone, welcome to another weekly market analysis video. You're listening to Anand and this is Stock Market Kerala. So Nifty നമ്മളൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നിഫ്റ്റി ജസ്റ്റ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ചെറിയ രീതിക്കുള്ള ഒരു വളരെ ഒരു ഹെവി റിജക്ഷൻ ഒന്നും പറയാനില്ല. കാരണം ബിലോ ഒരു എബവ് 50 ഒരു ബിലോ 50% നിന്ന് വന്നിട്ടില്ല. സോ ഒരു ഹെവി റിജക്ഷൻ അല്ല, ഒരു മൈനർ റിജക്ഷൻ തന്നിട്ടാണ് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്ന് നിൽക്കുന്നത്. ആൻഡ് ഒരു 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഫ്രൈഡേ, നമ്മുടെ ഈ കഴിഞ്ഞൊരു വീക്ക് ഓൾമോസ്റ്റ് ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ, ഈ ഒരു 3 മാർക്കറ്റ് ഡേയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് നമുക്ക് ഫ്രൈഡേ ആണ് ആ ഒരു വളരെ നല്ലൊരു റാലി കിട്ടിയത്. ഞാൻ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ പ്രീവിയസ് വീക്ക്ലി അനാലിസിസ് മെൻഷൻ ചെയ്തില്ല. ഐ അപ്പോളൈസ് ഫോർ ദാറ്റ്. ആൻഡ് നമ്മൾ നിഫ്റ്റിയിൽ നിന്ന് ഡെയിലി ടൈം ഫ്രെയിമിൽ അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ തന്നിട്ടാണ് നിഫ്റ്റി ഇപ്പം കറൻറ്റ്ലി നിൽക്കുന്നത്. സോ ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഓൾ ടൈം ഹൈ തന്നെയാണ് ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ. അറൗണ്ട് വരുന്നത് 25,518 22,518 22,532 എന്ന് പറയുന്ന ഒരു ലെവൽ. ആൻഡ് നെക്സ്റ്റ് ലെവലായിട്ട് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ മേജർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 22,184 ആൻഡ് 22,219. നമുക്കതിന് ഒന്നും കൂടി ഒന്ന് ആക്യുറസി കുറച്ചും കൂടി ഒന്ന് കൂട്ടി ഒന്ന് വരയ്ക്കാം. ഓക്കെ. ആൻഡ് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് 22,284 എന്ന് പറയുന്ന ആ ഒരു ലെവൽ. ഓക്കെ. ആൻഡ് നിഫ്റ്റിയിൽ നമ്മൾ ഈ ഒരു സോണിന് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് പ്ലാനിൽ അത്യാവശ്യം വളരെ കുറച്ച് ഒരു കൺജസ്റ്റഡ് ഏരിയ ആണ് ഈ ഒരു ഭാഗം. നമുക്കതിൽ ഒരു ലെവലായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു പോർഷനാണ് 22,915 ആൻഡ് 951 21,915 ആൻഡ് 21,951 എന്ന് പറയുന്ന ആ ഒരു സോൺ. സോ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു വീക്ക് നമുക്കുള്ളത് ജസ്റ്റ് 4 ലെവലുകളാണ്. ഓൾമോസ്റ്റ് 22,518 ആൻഡ് 532. ആൻഡ് ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവലാണ് നമ്മുടെ 22,284 എന്ന് പറയുന്ന ആ ഒരു ലെവൽ. ആൻഡ് സോണുകളായിട്ട് 184, 207 ആൻഡ് 915 ആൻഡ് 951. ഓക്കെ. സോ ഇതിൽ നമുക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നാണ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ ഏറ്റവും നല്ല ലെവൽസായിട്ട് ഞാൻ ഇപ്പം കറൻ്റ്ലി കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതിന് ഡൗൺ സൈഡ് പ്ലാൻസ് ശകലം കൺജസ്റ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ആൻഡ് നമ്മൾ നിഫ്റ്റിയിൽ വേണമെങ്കിൽ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ലെവൽ, ഓവർ ടൈം ഫ്രെയിം ആണ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽസ് നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് 22,052 ആൻഡ് 56 ഈ ഒരു പോർഷൻ. ഓക്കെ. യെസ്. ഓക്കെ. ആൻഡ് നിഫ്റ്റിയുടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ശകലം കൺഫ്യൂസിങ് ആണ് നിഫ്റ്റിയുടെ കേസിൽ. സ്റ്റിൽ ആ 22,500 കോൾ റേറ്റിംഗ് വളരെയധികം കൂടുതലാണ്. വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടാണ് 22,500 നിൽക്കുന്നത്. ആൻഡ് പുട്ട് സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പം ഓൾമോസ്റ്റ് 22,300, 200, 100 ആൻഡ് 22,000, അതായത് നമ്മുടെ അറൗണ്ട് 22,200 ഈ ലെവൽ വളരെ നല്ല സപ്പോർട്ടാണ്. ആൻഡ് 22,052 ആൻഡ് 22,066 നമുക്കിതിൽ ഓയ ഡേറ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല. ആൻഡ് 21,951 ആൻഡ് 21,900 ഐ തിങ്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ നോർമലി റിവേഴ്സലിനുള്ള സാധ്യത ഞാൻ നല്ലതുപോലെ കാണുന്നുണ്ട്. കാരണം 22,000 നല്ലൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ആ ഒരു റൈറ്റിങ്ങിന് ചേഞ്ചോ കാര്യങ്ങളോ ഇല്ല. ബട്ട് സ്റ്റിൽ മാർക്കറ്റ് ഈ ഒരു സോണിലേക്ക് വരികയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ വെരി ഗുഡ് റിവേഴ്സൽ ഫ്രം ദാറ്റ് റേഞ്ച്. ഓക്കെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് എന്ത് ചെയ്യാം, ആ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് മൂവിങ് ഓൺ, നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ആ ലെവൽസ് ഒന്ന് മാറ്റാം. ഓക്കെ. ബാങ്ക് നിഫ്റ്റി വീക്ക്ലി ടൈം ഫ്രെയിമിൽ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റം ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ടെന്ന് പറയാം. ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു സെയിം രീതിക്കുള്ള ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളത്. ആ ഒരു ലാസ്റ്റ് ഡേ ആ ഒരു റിജക്ഷനും കാര്യങ്ങളും ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു മേജർ സെൽ ഓഫ് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ആ ഒരു സെൽ ഓഫ് വരാൻ കാരണം ഒരു മേജർ പാർട്ട് വഹിച്ച ആൾ ബാങ്ക് നിഫ്റ്റിയാണ്. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റി ലെവൽസിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു വീക്ക് വളരെ ക്ലിയർ കട്ട് പ്രൈസ് ആക്ഷൻ ലെവൽസ് ബാങ്ക് നിഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ട്.
ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച്, അതായത് ബാക്കി വീക്സിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി കുറച്ച് നല്ല, വളരെ നല്ല പ്രൈസ് ആക്ഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ലെവലായിട്ട് അറൗണ്ട് ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു വീക്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 47,730, അതുപോലെ ബിറ്റ്വീൻ 437 ആൻഡ് 469, ആൻഡ് അറൗണ്ട് 188 and 225, and 958 and 47,000, around 47,000. അതുപോലെ 531 579. ബാങ്ക് നിഫ്റ്റിയിൽ വളരെ നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസ് ആണെന്ന് നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ലെവൽ കൺസിഡർ 45,828. നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത ഡൗൺ സൈഡ് പ്ലാനുകൾ സെയിം ആസ് ഇൻ ലാസ്റ്റ് വീക്ക്. കാരണം ബാങ്ക് നിഫ്റ്റി നമ്മൾ ഡൗൺ സൈഡ് പ്ലാനിങ് അങ്ങനെ വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റി പോയേക്കുന്നത് മുകളിലേക്കാണ് പോയേക്കുന്നത്. സോ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സെയിം ലെവൽസ് തന്നെയാണ് നമ്മൾ ഡൗൺ സൈഡ് പ്ലാനിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഈ ഒരു വീക്ക് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിനി ഇൻട്രാഡേ സ്റ്റോക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിക്കുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ വളരെ നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസ് ഉള്ള സ്റ്റോക്കുകളാണ് ഇവിടെ മോസ്റ്റ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് നമ്മൾ മാരുതി നോക്കുകയാണെങ്കിൽ മാരുതി ഓൾമോസ്റ്റ് 15-minute ടൈം ഫ്രെയിമിൽ നോക്കുമ്പം വളരെ നല്ല സോണും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് എന്താണ് കുറച്ചൊരു വളരെ ഹൈ പ്രൊബബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ എന്തുണ്ട്, മാരുതി ഒരു ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്താണ് മാരുതി പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടുന്ന് ഒരു ഡൗൺ സൈഡ് ബ്രേക്ക് ഔട്ട് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് മുകളിലേക്ക് നമുക്കൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് മാരുതിയിൽ അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ CNX ഓട്ടോ എന്ന് പറയുന്ന ആ ഒരു നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അത് കൺഫേം ചെയ്യാവുന്നതാണ്. മാരുതിയുടെ ആ ഒരു ട്രേഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്ത് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും അത്. ഓക്കെ, ആൻഡ് നമ്മൾ നെക്സ്റ്റ് സ്റ്റോക്കായ ACCയിലേക്ക് പോകുമ്പം ACCയും ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം രീതിക്കാണ് ACCയും ബിഹേവ് ചെയ്തേക്കുന്നത്. ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, ആൻഡ് സിമ്പിൾ ആയിട്ട് എന്തുണ്ട് ഒരു ട്രെൻഡ് ലൈനും ACC ഫോളോ ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ മൂവ് ഐദർ ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്നൊരു അപ്പ് സൈഡ് പ്ലാൻ, ഡിപ്പെൻഡിങ് ഓൺ ദ ബ്രേക്ക് ഔട്ട് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. എന്താണ് ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ആണ്, സോ മാർക്കറ്റ് മോസ്റ്റ്ലി ബുള്ളിഷിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത്. ബട്ട് ലെറ്റ് സി. സോ ഇത് മുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ടാർഗറ്റായിട്ട് അറൗണ്ട് 2551 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡൗൺ സൈഡ് പ്ലാൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് 2448, ആൻഡ് എന്താണ് ഒരു സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 2415 നമുക്ക് ACCയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് HDFC അസറ്റ് മാനേജ്മെൻറ്റ്. ഇതിൽ അത്യാവശ്യം ഒരു ഫ്ലാഗ് പാറ്റേൺ ആണ് അസറ്റ് മാനേജ്മെൻറ്റിൽ ഫോം ആയേക്കുന്നത്. സോ മൂവിങ് ഓൺ, എന്താണ് ഇവിടുന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്താണ് അറൗണ്ട് ഒരു 3855 വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് ബട്ട് സ്റ്റിൽ ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് 3667 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്ര വേണ്ട, ഇത്ര മതി, 3683 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഓൾമോസ്റ്റ് ഒരു 1.28% ഉണ്ട് ആ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. സോ മേ ടേക്ക് അറൗണ്ട് 2 days. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റോക്ക് ICICI ലോംബാർഡ്. ICICI ലോംബാർഡ് എടുക്കാനുള്ള മെയിൻ കാരണം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒരു ബിൽഡപ്പ് അവിടെ എനിക്ക് കാണാൻ കഴിയും. ഓക്കെ, നല്ലൊരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, നല്ല രീതിക്ക് ഒരു ബിൽഡപ്പ് ICICI ലോംബാർഡിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് അറൗണ്ട് 1700 എടുക്കാം. നമുക്കവിടെ ഒരു ഏകദേശം ഒരു 0.4% മൂവ്മെൻറ്റ്, വളരെ ചെറിയ മൂവ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ICICI ലോംബാർഡ് ഒഴിവാക്കാവുന്ന സ്റ്റോക്കാണ്. നമുക്കത് മാറ്റാം, ബിക്കോസ് വളരെ ചെറിയ മൂവ്മെൻറ്റും കാര്യങ്ങളും ലോംബാർഡിലുള്ളൂ കമ്പയർ ടു അതർ 3. ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് ബജാജ് ഫൈനാൻസ് ഒരു അവർലി ടൈം ഫ്രെയിമിൽ നല്ല രീതിക്കൊരു ബിൽഡപ്പ് ബജാജ് ഫൈനാൻസ് തരുന്നുണ്ട്. ആൻഡ് ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയയിലാണ് ബജാജ് ഫൈനാൻസ് കറൻലി നിൽക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു നല്ലൊരു പ്ലാൻ നമുക്ക് വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അറൗണ്ട് നമുക്ക് ഒരു 7050 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യും. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 2.3% മൂവ്മെൻറ്റ് നമുക്കതിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ ഒരു അപ്സൈഡാണ് ബജാജ് ഫൈനാൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് നമുക്കൊരു 7391 മുകളിലേക്ക് നമുക്ക് ബൈ ചെയ്താൽ മതി. ആൻഡ് ഓൾമോസ്റ്റ് എന്താണ് ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് അറൗണ്ട് ഒരു 7559 നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റോക്ക് ഡെവിസ് ലാബിലേക്ക് വരികയാണെങ്കിൽ
ഡെവിസ് ലാബും നമ്മുടെ ICICI ലോംബാർഡിൻ്റെ ഒരു സെയിം രീതിക്കാണ് നിൽക്കുന്നത്. സോ ഡെവിസ് ലാബിൽ സെയിം രീതി ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ആ റീടെസ്റ്റിന് അവിടെ എന്തുണ്ട്, അത്യാവശ്യം ബിൽഡപ്പും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഹൈ എന്താണ്, ഈ ഒരു ഹൈ നമ്മുടെ ഈ ഒരു ലെവൽ 3477 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് ടാർഗറ്റ് അറൗണ്ട് 3511 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഹൈ, അതായത് ഈ ഒരു ലെവൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ അറൗണ്ട് 3524 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെവിസ് ലാബിൽ നല്ലൊരു അപ്രാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് അത്യാവശ്യം കയറി വന്ന് ഇത് ബ്രേക്ക് ചെയ്യുന്നതാണ്. നമുക്ക് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് വളരെ വളരെ ഫാസ്റ്റും വളരെ നല്ല രീതിക്ക് പോകുന്ന ഒരു മേജർ മൂവ്മെൻ്റ് ആയിരിക്കും. ആൻഡ് അറൗണ്ട് 2.2% മൂവ്മെൻറ്റ് നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ ആക്ച്വലി എനിക്ക് ഈ ഒരു വീക്ക്, ഞാൻ നോർമലി എല്ലാ വീഡിയോയുടെ അവസാനം ബുള്ളിഷ് ടു സൈഡ് വേസ് അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻ്റ് ഒക്കെ ഞാൻ പറയാറുള്ളതാണ്. പക്ഷേ ഈ ഒരു വീക്ക് ഒരു ഫൈനാൻഷ്യലിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പാസ്റ്റ് ഡേറ്റ് നോക്കുമ്പോൾ നോർമലി മാർക്കറ്റ് ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിക്കുള്ള അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ഫൈനാൻഷ്യൽ നല്ല രീതിക്കുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തരാറുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷത്തെ ഡേറ്റ ഒരു 4 വർഷത്തിൽ കൂടുതൽ ഡേറ്റ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ്, ഒരു മാർക്കറ്റ് നോർമലി തന്നേക്കുന്ന ഒരു നല്ല രീതിക്കുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റാണ് തന്നേക്കുന്നത്. ബുള്ളിഷ് മൂവ്മെൻറ്റ് പ്ലസ് എന്താണ്, ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണെന്ത് നോർമലി മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റോ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബൈയിങ്ങും വന്നിട്ടാണെന്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, മാർക്കറ്റിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു ശകലം വോളറ്റാലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് നല്ല നല്ല ലെവൽസിന് മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇൻട്രാഡേ സ്റ്റോക്സ് ഇത് വെച്ച് ട്രേഡ് ചെയ്യാതെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതെങ്ങനെ ചൂസ് ചെയ്തു, ഇതിൻ്റെ പിന്നിൽ ലോജിക്ക് എന്താണ്, ഈ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുക. ഓക്കെ, സോ this is me Anand signing off. Thank you.